ഹായ് ഗൈസ്, എല്ലാവർക്കും നിഷ രജി വ്ളോഗ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഒരു പുതിയ സന്തോഷവുമായി ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവും, അത് തന്നെയാണ് കാരണം. നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിരിക്കണു ഗൈസ്. അപ്പം അതിൻ്റെ സന്തോഷം നിങ്ങളിലോട്ട് പങ്കുവെക്കാനാണ് ഞാൻ വന്നേക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, ലൈക്ക് എന്നും കമൻറ്റ് ചെയ്തും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങൾ സബ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് ഇത് പറയുന്നത് അല്ലേ. നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് കുറച്ചു അധികം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞങ്ങളധികം ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇത്തിരി സീരിയസ് ആയിട്ടോടുകൂടി ഇത് മുന്നോട്ട് പോകണം. ആദ്യമൊക്കെ ഒരു തമാശകൾ വെറുതെ എല്ലാവരും തുടങ്ങിയപ്പോൾ ചാനൽ തുടങ്ങി അങ്ങനെ. പക്ഷെ സീരിയസ് ആയി കണ്ടു തുടങ്ങിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ 1 year ആയി നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാനെടുത്ത പീരീഡ്. കറക്റ്റ് 1 year കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ വിഷുവിന് നമ്മളുടെ 10,000 സബും ഹാഫ് മോണിയും ആയിരുന്നു. ഇന്നലെ നമുക്ക് മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ നമ്മൾ അവിടം വരെ എത്തിയത് വളരെ വളരെ ബുദ്ധിമുട്ടിയാണ്. ഞാൻ ആദ്യം ഒരു 100 സബിലോട്ട് എത്താൻ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. 100 പേര് നമ്മളെ സബ് ചെയ്തു, 100 സപ്പോർട്ട് ചെയ്തു, അങ്ങനെ അത് 100-ൽ നിന്ന് 500, 1000 അങ്ങനെ ഇപ്പോൾ 10,000-ന് മേലെ നമ്മൾക്ക് സബായി നിൽക്കുകയാണ്. അത് ഓരോരുത്തരും നമ്മളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെയാണല്ലോ നമ്മൾ അവിടം വരെ എത്തുന്നത്. അതുപോലെ നിങ്ങളെല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ എടുക്കാൻ 4,000 വാച്ച് ഓവറും 1000 സബുമായിരുന്നു. 1000 സബും 4,000 വാച്ച് ഓവറും, അല്ലെങ്കിൽ വ്യൂസ് ആണെങ്കിൽ 10 million വ്യൂസും പ്ലസ് 1000 സബും ആയിരുന്നു. അങ്ങനെയാണ് നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പം നമ്മൾ ഷോർട്സും നമ്മൾ ഷോർട്സാണ് കൂടുതലും അപ്ലോഡ് ചെയ്തത്. അതൊക്കെ നമ്മളെല്ലാവരും കണ്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, കുറേ പേര് നെഗറ്റീവ് പറഞ്ഞു. നമ്മൾ ചെയ്തതിന് കുറേ പേര് നമ്മളെ നെഗറ്റീവ് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. എനിവേ, എന്തായാലും നമുക്ക് ഇതൊരു നമ്മളുടെ ഒരു മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏണിങ്സിൻ്റെ ആണ്. നമ്മൾ ആ ഏണിങ്സിലോട്ട് എത്തണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേര് നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇപ്പം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ നേരത്തെ മുതലേ കുറേ വീഡിയോസുകളൊക്കെ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ മോണിറ്റൈസേഷൻ ആവാനെടുത്ത പീരീഡ് എന്ന് പറയുന്നത് ശരിക്കും 1 year തന്നെയാണ്. 1 year ആയി ശരിക്കും. വിഷുവിനാണ് നമ്മൾ വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ വിഷു വന്നപ്പോഴത്തേക്കും നമ്മൾ 1 year ആയി. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ആ സമയത്ത് തന്നെ കഴിഞ്ഞ വിഷുവിന് തന്നെ നമുക്ക് ഹാഫ് മോണി ആയിരുന്നു. ഫുൾ മോണി ആയത് ഈ കഴിഞ്ഞ ദിവസമാണ്. അപ്പം ഷോർട്സിലും ഒക്കെ നിന്ന് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് നമുക്ക് സബ് ചെയ്യാൻ താല്പര്യമില്ല. സപ്പോർട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇവിടം വരെ എത്തി. നമുക്ക് ഈ മോണിറ്റൈസേഷൻ പീരീഡിലോട്ട് എത്താൻ പറ്റിയത് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം നിങ്ങളിലോട്ട് ഞാൻ അറിയിക്കുവാണ്. മോണിറ്റൈസേഷൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുവാണ്. നമ്മൾ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നമുക്ക് ഓരോ ദിവസം അപ്ലോഡ് ചെയ്ത് നമ്മുടെ വ്യൂസ് ഒക്കെ കൂടുമ്പോൾ എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ. നമ്മൾ ഷോർട്സ് വീഡിയോസ് തന്നെ ഒരു 500-ൽ മേലെ ഷോർട്സ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് വീഡിയോസ് നല്ല വ്യൂസ് പോയിട്ടുണ്ട്. 7 lakh അങ്ങനെയൊക്കെ പോയ വീഡിയോസുകളുണ്ട്. അതൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അവിടം വരെ എത്താൻ പറ്റിയത്. ഈ മോണിറ്റൈസേഷൻ ആവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു യൂട്യൂബറിന്. അത് ഞങ്ങളെപ്പോലെ പുതുതായി തുടങ്ങിയ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ഇനി ആരെങ്കിലും ചാനൽ തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും വേഗം വന്നോളൂ കേട്ടോ. ചാനൽ തുടങ്ങാനായിട്ടും എല്ലാവരും തുടങ്ങിക്കോളും. തുടങ്ങണമെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കൂടി പറ്റണം. കുറച്ച് പകുതിക്ക് വിട്ടുകളായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇത് തുടങ്ങുന്ന സമയത്തും. നമുക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാതെ നമ്മൾ വീഡിയോ എടുത്ത ആൾക്കാരാണ്. അങ്ങനെ എഡിറ്റ് ചെയ്യാനും എല്ലാം പഠിച്ചു നമ്മൾ ഇവിടം വരെ എത്തിയത്. ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇപ്പോൾ പഠിച്ചു. ഇനിയും ഉണ്ട് നമ്മുടെ ഏണിങ്സിലോട്ട് എത്താൻ. നമുക്ക് ഇനിയും കടമ്പകൾ വേറെ ഉണ്ട്. എങ്കിലും ഈ മോണിറ്റൈസേഷൻ ഞാൻ ഇത്രയും നമ്മൾ യൂട്യൂബ് പറഞ്ഞ ആ ഒരു പീരീഡിൽ നമുക്കത്
മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മളുടെ 365 ദിവസത്തിനുള്ളിൽ വേണം 3000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബറും ഇപ്പോൾ പറഞ്ഞ പീരീഡിൽ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആവാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. 4000 വാച്ച് അവറും പ്ലസ് 1000 സബും കൂടി ആയിരുന്നു നമ്മൾക്ക് മോണിറ്റൈസേഷൻ വേണ്ടിയിട്ടുള്ളത്. അതല്ല ഷോർട്സിലാണെങ്കിൽ 1000 സബും 10 മില്യൺ വ്യൂസുമാണ് അവർ പറഞ്ഞത്. ഇതിൽ നമ്മൾ 4000 വാച്ച് അവറും 1000 സബും നമ്മൾ പൂർത്തിയാക്കി. അങ്ങനെയാണ് നമ്മളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ അതുമൊക്കെ വളരെ വളരെ സന്തോഷം. അത്രയും നമുക്ക് എത്തിക്കാൻ പറ്റിയല്ലോ. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ടുകൾ കൊണ്ട് മാത്രമാണ് കേട്ടോ നമുക്ക് അവിടം വരെ എത്താൻ പറ്റിയത് തന്നെ. അതുപോലെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചാനൽ നിങ്ങളുടെ സ്വന്തമായി കരുതി നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി ഞാനൊരു അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് എപ്പോഴാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്? ഏണിങ്സ് ആയതിനു ശേഷമുള്ള വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് ഞാൻ. അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു. ബൈ.